വാഹനം വെറും കളിപ്പാട്ടമല്ല, ഡ്രൈവിംഗ് സംസ്കാരം മാറ്റാൻ കർശന നടപടികളുമായി ഗതാഗത വകുപ്പ്. റോഡ് സുരക്ഷാ ബോധം വളർത്താൻ ഡ്രൈവിംഗ് സാക്ഷരതാ യജ്ഞം ആരംഭിക്കും. ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകർക്ക് ഇനി പ്രത്യേക യോഗ്യത നിർബന്ധം. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡ്രൈവിംഗ് സംസ്കാരത്തിൽ കർശന മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങി ഗതാഗത മന്ത്രി CP ജോൺ. വാഹനം വെറും ഒരു കളിപ്പാട്ടമല്ല, മറിച്ച് അതീവ അപകട സാധ്യതയുള്ള ഒരു യന്ത്രമാണെന്ന ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ മുന്നറിയിപ്പ് നൽകി. ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായി CP ജോൺ വ്യക്തമാക്കി. 5 വർഷം ഡ്രൈവിംഗ് ലൈസൻസ് പരിചയമുള്ള ആർക്കും ഡ്രൈവിംഗ് സ്കൂളുകളിൽ അധ്യാപകരാകാം എന്ന രീതിയാണ് നിലവിലുള്ളത്. എന്നാൽ ഈ രീതിക്ക് മാറ്റം വരുത്താൻ ഗവൺമെന്റ് ആലോചിക്കുന്നു. ഇനി മുതൽ ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നവർക്ക് പ്രത്യേക യോഗ്യതയോ സർട്ടിഫിക്കറ്റോ നിർബന്ധമാക്കിയുള്ള നടപടികൾ പടിപടിയായി നടപ്പിലാക്കും. കുട്ടികളിൽ ചെറുപ്പകാലം മുതൽക്കേ റോഡ് സുരക്ഷാ ബോധം വളർത്തുന്നതിനായി ഡ്രൈവിംഗ് സാക്ഷരതാ യജ്ഞം ആരംഭിക്കും. ഇതിന്റെ ഭാഗമായി +2 പഠിക്കുന്ന കുട്ടികൾക്ക് സിമുലേറ്ററുകൾ ഉപയോഗിച്ച് വാഹനമില്ലാതെ തന്നെ ഡ്രൈവിംഗിന്റെ പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിക്കും. +2 കഴിഞ്ഞ ഉടൻ തന്നെ ഇവർക്ക് ലൈസൻസ് ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രീ ലൈസൻസ് ഡ്രൈവിംഗ് സംവിധാനമാണ് ആലോചനയിലുള്ളത്. വാഹനങ്ങളിൽ അമിതമായ ലൈറ്റുകൾ ഘടിപ്പിക്കുന്നതിനും പുറത്തേക്ക് ശബ്ദം കേൾക്കുന്ന രീതിയിൽ മ്യൂസിക് സിസ്റ്റം വെക്കുന്നതിനുമെതിരെ കർശന നടപടി സ്വീകരിക്കും. വാഹനത്തിൽ പാട്ട് വെച്ച് പുറത്തിറങ്ങി നൃത്തം ചെയ്യുന്ന പ്രവണതകളിൽ നിന്ന് ജനങ്ങൾ സ്വയം പിന്മാറണം. വാഹനം കളിപ്പാട്ടമല്ലെന്നും വളരെ അപകടം പിടിച്ച ഒരു യന്ത്രമാണെന്നും ജനങ്ങൾ തിരിച്ചറിയണം. അടുത്തിടെയുണ്ടായ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം പ്രവണതകൾക്കെതിരെ മന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന കുട്ടികൾ ഹെൽമറ്റ് ധരിച്ചുവെന്ന് മാതാപിതാക്കൾ ഉറപ്പാക്കണം. ഹെൽമറ്റ് വെക്കാതെ പോകുന്ന കുട്ടികൾക്ക് അപകടമുണ്ടായാൽ ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിക്കില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഫോട്ടോ മാത്രം അയച്ചു നൽകി വ്യാജ പുക സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുന്ന രീതി നിരോധിക്കാൻ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അനുമതി നൽകിയിട്ടുണ്ട്. പരിവാഹൻ വെബ്സൈറ്റിലെ തകരാറുകൾ പരിഹരിക്കാൻ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഓൺലൈൻ സംവിധാനങ്ങൾ ഉടൻ കുറ്റമറ്റതാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.